ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മളെ മക്കൾക്ക് 3 ഉച്ച വരെ ഉള്ളൂ മക്കളെ പരീക്ഷ ആയതുകൊണ്ട് 3 ഞാനും ബസ് സ്റ്റോപ്പിലാണുള്ളത്. 3 വിളിച്ച് ബസ് സ്റ്റോപ്പിൽ വന്നതാണ്. ദിയമോളെ സ്കൂൾ വണ്ടി രാവിലെ വരുള്ളൂ, പിന്നെ വൈകിട്ടേ വരുള്ളൂ. ഹംദാൻ്റെതും അങ്ങനെ തന്നെയാണ്, രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ 3 വിളിക്കാൻ വേണ്ടി വന്നതാണ്. നാളെ എല്ലാവർക്കും വൈകുന്നേരം വരെ പരീക്ഷ ഉണ്ട്. അപ്പം ഫസ്റ്റിലെ ബസ്സാണ്. 3 കൂട്ടി നമ്മൾ ഒരു ബസ്സിലത് അങ്ങോട്ട് കയറി മക്കളെ. ബസ് കയറി കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ സീറ്റൊക്കെ ഉള്ള ബസ്സാണ്, പക്ഷെ പിടിച്ചിട്ട് ഭയങ്കര സ്പീഡാണ് മക്കളെ ബസ്. അപ്പോൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ഹംദാനിക്ക് കുറേ കാര്യങ്ങൾ ഹംദാനിക്ക് പറയാനുണ്ട്. സ്കൂളത്തെ കഥകളും അനാൻ്റെതും ഹംദാൻ്റെതും ഒക്കെ കേൾക്കണം. അപ്പോൾ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വേണ്ടിയിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ 3 കുട്ടികളും ഞാനും കൂടി അങ്ങനെ ബസ്സിൽ അങ്ങോട്ട് പോരുകയാണ്. കുട്ടികളെ ഹംദാൻ്റെ കഥകൾ എന്തെല്ലോ പറയുന്നുണ്ട്. ആ കഥകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, അപ്പുറത്തുള്ള ആൾക്കാരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഹംദാൻ പറയണം, ഉമ്മ നിങ്ങൾ വീഡിയോ അവിടെ വെക്കി, വീഡിയോ ആക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് നിൻ്റെ ഹംദാൻ പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സാരമില്ല, ഒന്ന് എടുക്കട്ടെ നിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ പരീക്ഷക്കൊക്കെ ഞാൻ ഫുള്ള് മാർക്കും ഞാൻ ജയിച്ചിരിക്കുന്നുണ്ട്. ഉമ്മ നിങ്ങൾ ഒന്നുകൊണ്ട് ബേജാറാവേണ്ട, ഒറ്റ വാക്കുകളും ഞാൻ വിട്ടിട്ടില്ല. ഉമ്മി പഠിപ്പിച്ചെന്നതെല്ലാം ഞാൻ പഠിച്ചിരിക്കുന്നതൊക്കെ അവന് ഉറക്കനാണ് പറയുന്നത്. അപ്പോൾ ബസ്സുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ ഹംദാൻ മോനെ. അപ്പോൾ നമ്മൾ ബസ്സിലിങ്ങനെ കയറിയിരുന്ന് ഇങ്ങനെ യാത്രയിലാണ് കുട്ടികളെ. അപ്പോൾ മക്കൾക്ക് ബസ്സിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹംദാന് പ്രത്യേകിച്ച് മുന്നിലെ സീറ്റിൽ തന്നെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുറത്തേക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഹൈറ്റിലാണല്ലോ ഇരിക്കുക. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ മുന്നിൽ തന്നെ പിടിച്ച് ബാഗൊക്കെ തോളിലിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സൈഡിലായിരുന്നു. എനിക്കാണെങ്കിലോ പിടിച്ചാലൊക്കെ വേഗം മറിഞ്ഞു പോകും മക്കളെ. എനിക്ക് കൂടുതൽ ഇഷ്ടം ഓട്ടോറിക്ഷയിൽ പോണതാണ്. എന്നാലും ഞാനും ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോയത് ലുലുമാളിലൊക്കെ. ഓൽക്ക് ലുലുമാളിൽ കയറണം, 1-2 സാധനം നോക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ചായയും കുടിക്കുക മക്കളെ. അങ്ങനെ നമ്മൾ പലഹാരം വാങ്ങുന്നിടത്തേക്ക് വന്ന് നോക്കിയതാണ്. അപ്പോഴത്തേക്ക് ഇവരെ 2 കാണാനില്ല. ഓരെന്തെല്ലോ നോക്കാനൊക്കെ പോയിക്കിന്. കുട്ടികളെ 3 വഴിക്ക് പോയിക്കിന്. അങ്ങനെ കുറേ ആൾക്കാരെ അവിടെ നിന്ന് കണ്ട് ഓരോടൊക്കെ വർത്താനം പറഞ്ഞ് കഥകൾ പറഞ്ഞ് കുറേ സമയം അങ്ങനെ പോയി. കുട്ടികൾക്ക് 3 വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത്, പിന്നെ ഒരു ഷവർമ്മ വേണമെന്ന് പറഞ്ഞ് ഷവർമ്മ തിന്നുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഓരോരോ ഐസ്ക്രീം അത് തിന്നണം. ഓരോരോ കപ്പ് ഐസ്ക്രീമാണ് കേട്ടോ, 25 രൂപൻ്റെ ഓരോരോ കപ്പ് ഐസ്ക്രീം 2 ദിയമോള് പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ ഹനാനിക്കും ഹംദാനിക്കും ഓരോന്ന് വാങ്ങിക്കൊടുത്ത് അത് തിന്നാൻ വേണ്ടി പുറത്ത് അവിടെ ടേബിളിൻ്റെ ഒരു സീറ്റുണ്ട്, ആ സീറ്റിൻ്റെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നു മക്കളെ. വീട്ടിലെത്തി കുട്ടികളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി മദ്രസിലൊക്കെ പറഞ്ഞേക്കാനുള്ളതൊക്കെ പറഞ്ഞേക്കണം. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരുക്കം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത്യാവശ്യമായിട്ട് പിന്നെ ഒരു സ്ഥലം വരെ വരാനുണ്ടായിനി. അങ്ങനെ ഞാനങ്ങനെ പോകുന്നു, ഞാൻ മൂപ്പരും കൂടി പോകുന്നു. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി തിന്നാണ് കുട്ടികളെ. ഓരോരോ ചൂട് പൊറാട്ടയും ഒരു കപ്പ ബിരിയാണി തിന്നാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും മൂപ്പരും കൂടി വന്ന് ഒരു കപ്പ ബിരിയാണിയും ഒരു ചൂട് പൊറാട്ടയും തിന്ന മക്കളെ. നല്ല അടിപൊളി, അധികം എരിവൊന്നും ഇല്ലാത്തൊരു കപ്പ ബിരിയാണിയാണ്. അപ്പോൾ നല്ല ചൂടുള്ള പൊറാട്ടയും കൂട്ടി അങ്ങനെ തിന്നാണ്. മൂപ്പരും ഒരു പൊറാട്ട മതി നമുക്ക് 2 ആക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു 2 വാങ്ങിക്കോളിന്ന്. എനിക്കൊരു പൊറാട്ട കണ്ടപ്പോൾ വല്ലാത്തൊരു പൂതി അയക്കിന്. അപ്പം അങ്ങനെ നമുക്ക് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു മക്കൾ. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ ബാക്ക് ഭാഗത്തു കൂടെ പോരുകയാണ്. അപ്പോൾ അവിടെ കോമ്പൗണ്ട് തുടങ്ങുന്നത് തൊട്ടിട്ട് നമുക്കിങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ അതുവരെ പോണത് കാണാം മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാക്ക് ഭാഗത്തു കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പല കാഴ്ചകളും കാണാം. ശരിക്കും ഒരു ചുരം കയറി ഇറങ്ങുന്ന പോലെ തോന്നും. കണ്ടാൽ ചുരത്തിൻ്റെ സൈഡിൽ കൂടെ പോണ മാതിരിയാണൊക്കെ തോന്നുന്നു മക്കളെ. അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരുപാട് സ്ഥലങ്ങൾ മെഡിക്കൽ കോളേജിന് ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി സ്ഥലത്ത് കണ്ടേ മക്കളെ. കണ്ടാൽ വിചാരിക്കും ഏതോ വയനാട്ടിലിട്ടാണ് പോയി വരുന്നത്. ഇത് നമ്മളെ മെഡിക്കൽ കോളേജാണ് മക്കളെ. കണ്ടാൽ വിചാരിക്കും വയനാടാണ്. ഇത് വയനാടൊന്നല്ല കേട്ടോ. അപ്പോൾ ചുരം കയറുന്ന മാതിരി ഇങ്ങനെ തോന്നും. ചുരമൊന്നും കയറല്ല, മെഡിക്കൽ കോളേജ് കയറ്റം കയറുകയാണ് കുട്ടികളെ. അപ്പോൾ കണ്ടാൽ വിചാരിക്കും ചുരം കയറി പോരുകയാണെന്ന്. വളഞ്ഞ് വരണം മക്കളെ. കണ്ടാൽ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെ നിന്നൊക്കെ നമ്മൾ അതാണ് കോമ്പൗണ്ട് തുടങ്ങി മക്കളെ. മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് തുടങ്ങി. ഇതിനി അവസാനിപ്പിക്കണമെങ്കിൽ ഒരുപാട് മിനിറ്റുകളും പോണ്ടി വരും. ഇപ്പം നമ്മളൊരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകേണ്ട ഓരോരോ ഭാഗങ്ങൾ കാണുകയും ചെയ്യുക. പിന്നെ ഇവിടെയൊക്കെ കുറേ ഫാഷൻ ബൂട്ടും അതും ഇതും. ഫാഷൻ ബൂട്ടല്ല, നമ്മൾ വെള്ളം കലക്കി കുടിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ. പിന്നെ ഹെലികോപ്റ്റർ ഇതിൻ്റെ ഉള്ളിലാണ് വരിക. ഹെലികോപ്റ്റർ വന്നിട്ട് കുറേ ഇതിൻ്റെ മുമ്പ് നമ്മൾ അബ്ദുൽ കലാം വന്ന് ഇറങ്ങിയതൊക്കെ ഇവിടെ ഇനി മക്കൾ അതൊക്കെ നമ്മൾ കാണാൻ പോയിനി. അങ്ങനെയൊക്കെയാണ് കുട്ടികൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ പ്ലെയിൻ ഇങ്ങനെ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് കാണാനും ഹെലികോപ്റ്റർ കയറി പോണത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ അബ്ദുൽ കലാം വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ നമ്മളെല്ലാവരും കൂടി പോയിനും കുട്ടികളെ പണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുട്ടികൾ. അപ്പോൾ ഇതാണ് നമ്മളെ മെഡിക്കൽ കോളേജിൻ്റെ ഒരു കോമ്പൗണ്ടിൻ്റെ ഭാഗമാണ്. ഇവിടെ ഈ ഭാഗത്ത് നേരെ ഇപ്പുറത്തെ ഭാഗത്ത് കുറേ ഡോക്ടർമാരെ വീടുകളും അതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് മക്കളെ. മെഡിക്കൽ കോളേജിൻ്റെ ഉൾഭാഗമാണ് ഈ കാണിക്കുന്നത്.
കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഞാനൊരു സൈഡിൽ കൂടെ പോണതിനെ കൊണ്ടാണ് മക്കളെ ഈ സൈഡ് മാത്രം കാണുന്നത്. അല്ലാതെ ഉയർത്തി പിടിച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ടുകളും ഹോസ്പിറ്റലുകളും ഒക്കെ കാണാൻ ഞാനിങ്ങനെ ചെറുതായിട്ട് പിടിച്ച്, നമ്മൾ വണ്ടിമ്മലല്ലേ പൊന്നാര കുട്ടികളെ പോണത്. അപ്പോൾ ഞാനിങ്ങനെ ചുരുക്കി പിടിച്ച്, അപ്പം എൻ്റെ കെട്ടിയോ നമ്മളെ കുട്ടികളെ വലിയപ്പോൾ പറയുന്നുണ്ട് കൈമലുള്ള ഫോൺ അങ്ങോട്ട് ഇപ്പോൾ തെറിച്ച് പോകും, അതിനാണ് ഇപ്പോൾ ഈ ഇങ്ങനെ പിടിച്ച് കുത്തിരിക്കണേന്ന് പറഞ്ഞു. ഈ ആ ഫോണ് ബാഗിൽ വെച്ചാളെന്ന് കുറേ നേരമായി പറയാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു ഞാൻ മുറുക്കി പിടിച്ചിരിക്കണേന്ന് എന്ന് പറയാം. വണ്ടി എന്തെങ്കിലും കാരണത്താൽ ബൈക്കിട്ട് പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണ് താഴത്തെത്തിട്ട മോളെ നിന്നോട് 2-3 പ്രാവശ്യമായി പറയണത്. ഞാനാണെങ്കിലോ ഫോണ് മുറുക്കി അങ്ങോട്ട് പിടിച്ച് അങ്ങനെ അതാ പ്ലെയിന് പോണമാതിരി നമ്മളെ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കൾ. ഇതൊക്കെ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടാണ് കേട്ടോ. പൊന്നാര കുട്ടികളെ നല്ല സ്പീഡിലായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സ്പീഡ് കുറച്ചിട്ടാണെങ്കിൽ ഒരുപാട് സമയം നടക്കണം. കണ്ടില്ലേ, മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് വളവ് തിരിഞ്ഞു വന്ന് ഇനി നേരെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ മോർച്ചറീൻ്റെ അടുത്ത് എത്താനായിട്ട് മക്കളെ. മോർച്ചറി എന്ന് പറഞ്ഞാൽ ഒന്നും പറയേണ്ട മക്കളെ, അത് കാണുമ്പോൾ വല്ലാത്തൊരു പ്രയാസങ്ങളാണ്. ആ മോർച്ചറി ആലോചിക്കുമ്പോൾ 1-2 ആളുകൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ആളെ നമുക്ക് ഇന്നും ഇപ്പോൾ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു വിങ്ങിപ്പൊട്ടുന്ന ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ മോർച്ചറിയിൽ എത്തിപ്പോയിക്കിന് പൊന്നാര കുട്ടികളെ. അത് ആലോചിക്കാൻ കഴിയുന്നില്ല. വണ്ടിയിൽ നല്ലപോലെ രാവിലെ വണ്ടിയിലേക്ക് പോയ ആൾ പിന്നെ എത്തുന്നത് മോർച്ചറിയിലാണ്. ഒരു കഥ പോലും ആരും വീട്ടുകാർ പോലും അറിഞ്ഞില്ല. പിന്നെ ആ കാർഡ് എടുത്തിട്ട് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ഫോൺ എടുത്തിട്ട് ആ പോക്കറ്റിലേക്ക് ഒരു ഫോൺ എടുത്ത് വിളി വന്നപ്പോഴാണ് ഗൾഫിൽ നിന്നാണ് വിളി വരുന്നത്. അപ്പോഴാണ് ഇത് മോർച്ചറിയിലാണ് മരണപ്പെട്ടു പോയി എന്ന് അറിയുന്നത്. അങ്ങനത്തെ ഒരു സങ്കടം നമ്മുടെ മനസ്സിലുണ്ട്. മനസ്സിന്ന് മറക്കാൻ പറ്റാത്തൊരു സങ്കടം. ഇന്നും അതൊരു വേദനയായിട്ട് കാണുകയാണ്. ഒന്നുമില്ല, ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്തും എനിക്ക് പെട്ടെന്ന് ഇതാണ് മോർച്ചറി ഇട്ട മക്കളെ. നമ്മളെ മെഡിക്കൽ കോളേജ് മോർച്ചറിയാണ് ഇത്, കണ്ടോ, ഇതാണ് മെഡിക്കൽ കോളേജ് മോർച്ചറി. ഇന്നും താങ്ങാൻ പറ്റാത്തൊരു പ്രയാസമാണ്. ആ മെഡിക്കൽ കോളേജ് മോർച്ചറി എപ്പോൾ കാണുമ്പോഴും അവനെ പറ്റി ഓർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞു പോകും. എന്നും അധികം ഓർക്കാത്തൊരു ദിവസമില്ല. അങ്ങനത്തെ ഒരു കൂടപ്പറപ്പ് എൻ്റെ നഷ്ടപ്പെട്ടു പോയി മക്കളെ. എന്താ, അങ്ങനെ ആർക്കൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരാതിരിക്കട്ടെ, അങ്ങനത്തെ ഒരു സങ്കടങ്ങൾ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യുക. നല്ലപോലെ രാവിലെ പണിക്ക് പുറത്തേക്ക് പോയ ആളാണ്. വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയി മക്കളെ. ആർക്കും അറിയില്ല അത് എവിടെ ഉള്ളതാണ്, ആരാണ്, എന്താണെന്ന് അറിയില്ല. അങ്ങനെ കുറേ ആളുകൾ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചത്. എത്തിച്ച കഴിഞ്ഞപാട് മരണപ്പെട്ടത് കാരണം കൊണ്ട് ഒരു മോർച്ചറിയിലേക്കും ആക്കി. അപ്പോൾ ആരാണ് എന്താണെന്ന് അറിയില്ല. അവൻ്റെ കയ്യിലെ ഫോണ് ബെല്ലടിഞ്ഞത് ഗൾഫിൽ നിന്നാണ് ബെല്ലടിഞ്ഞത്. അപ്പോൾ അവനെ വിളിച്ചതാണ്, വേണ്ടപ്പെട്ട ഒരാൾ വിളിച്ചതാണ്. വിളിച്ചപ്പോഴാണ് പിന്നെ ആ ആൾ മരിച്ചിരിക്കുന്നെന്ന് അറിയുന്നത്. താങ്ങാൻ പറ്റാത്തൊരു പ്രയാസമായിപ്പോയി മക്കളെ. എന്നും മറക്കാൻ പറ്റൂല. അവനെപ്പറ്റി ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നും. കാരണം അവന് നെഞ്ചുവേദന വന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാനോ എന്തൊക്കെ അവൻ പറഞ്ഞതെന്നോ ഒന്നും അറിയില്ലല്ലോ. പെട്ടെന്നല്ലേ മറിഞ്ഞ് വീണത്. വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് വണ്ടി ഇങ്ങനെ പോവാണ്. അവന് അറ്റാക്ക് വന്ന് അവനിങ്ങനെ ബോധം കെട്ട് വീണ് ഒരു സൈഡിലേക്ക് വണ്ടി പോണ കണ്ടപ്പോൾ അവിടെ നിർത്തിച്ച് കുറച്ച് ഇന്ത്യക്കാരല്ലോ ആണ് മക്കളെ ഓനെ എടുത്ത് പുറത്തേക്ക് കിടത്തിയത്. ഏതോ കൊലായിപ്പുറത്ത് കിടത്തി, ഏതോ വീടിൻ്റെ കൊലായിൻ്റെ അവിടേക്ക് കിടത്തി. ആരാന്ന് അറിയണില്ലല്ലോ. നല്ലൊരു ജെന്റിൽമാൻ അല്ലേ. അപ്പോൾ അവിടെയാണ് എന്താണെന്ന് ഹിന്ദിക്കാരാണ് പ്രത്യേകിച്ചിട്ട്. അങ്ങനെ ആരും അറിയില്ല. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നു നോക്കി ഇത് മരണപ്പെട്ടിരിക്കണം. അങ്ങനെ വേഗം ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിച്ചതാ മക്കളെ. എത്തിച്ച് കഴിഞ്ഞ സമയത്ത് പിന്നെ മരണപ്പെട്ടിക്കണമല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഒരു മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്ത്. അപ്പോഴും അറിയണില്ല, വീട്ടുകാരെ ഒരു സംഭവം അറിയണില്ല. അവന് രാവിലെ തന്നെ പോകുന്ന സമയത്ത് നെയ്ച്ചോറിൻ്റെ അരി ആകോലിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഓളോട് പറഞ്ഞു ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ എത്താം, ആകോലി മുളക് ഇട്ടോ നെയ്ച്ചോറും വെച്ചോ ആകോലി കുറച്ച് പൊരിച്ചും ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഉച്ചയാകുമ്പോഴത്തേക്ക് എത്താന്ന് പറഞ്ഞു. വീട്ടിൽ എന്തോ ഒരു പണിക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറേ ദിവസമായി ആ പണിക്കാരെ കാത്തിക്കണത്. വീട്ടിലെ ഒരു കോണീൻ്റെ ഭാഗം ഇവിടെ ഒന്നോ പൊളിക്കാനുണ്ട്. കുറേ ദിവസമായി അവനെ ഈ പണിക്കാരെ കാത്തിക്കണത്. അപ്പോൾ ഇവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞ് പണിക്കാർ വന്നിക്കണ് ഇട്ടോ എന്ന് പറഞ്ഞ്. തന്നെ പണിക്കാർ വന്നിക്കണം, എന്നാൽ ഞാൻ വേഗം വരാം, എന്നാൽ നെയ്ച്ചോറും വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നെയ്ച്ചോറും ഇത് കോഴി എന്താണ് ആകോലി മുളക് ഇടാനൊക്കെ അതും വാങ്ങിക്കൊടുത്ത് ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ചോറൊക്കെ ആയി കഴിഞ്ഞപ്പം ഭാര്യ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അപ്പോൾ ഭാര്യ വിളിച്ചിട്ടും ഫോൺ എടുക്കണില്ല. പിന്നെ ഇപ്പം എൻ്റെ ഫോൺ എങ്ങനെ എന്താ ഇപ്പം പറയേണ്ടേ മക്കളെ. അങ്ങനെയാണ് ഗൾഫിൽ നിന്നും എൻ്റെ എളാപ്പ വിളിച്ചപ്പോഴാണ്. എളാപ്പ വിളിക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾ എന്തോ ആവശ്യങ്ങൾ പറയാനായിട്ടോ എൻ്റെ എളാപ്പ വിളിക്കുക. എളാപ്പ എന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് മക്കളെ. അപ്പം വിളിച്ച സമയത്ത് ഫോൺ എടുക്കാൻ വേറെ ആളാണ് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് വിളിക്കുന്നത്. ഹലോ നിങ്ങൾ പറഞ്ഞ ആൾ മരിച്ചിക്കിന്, നമ്മൾ മോർച്ചറിയിലാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താ പറയേണ്ടേ മക്കളെ. അത്രയും നല്ലൊരു ചെറുപ്പക്കാരന് ഒന്നും പറയണ്ട, വിചാരിക്കാത്ത അപ്പുറത്തിലൊരു വിഷമായിപ്പോയി. ഞാനാണെങ്കിലോ ഞാനും ഓനൊക്കെ അത്ര ഇതിൽ നിന്ന് ഞാനാണെങ്കിൽ എൻ്റെ മോളവിടെയൊക്കെ അന്ന് രാവിലെ പോയിട്ടേ ഉള്ളൂ.
അന്ന് രാവിലെ പോയിട്ടേ ഉള്ളൂ. എന്ത് കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ രാവിലെ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരമായ സമയത്ത് എനിക്ക് ഫോണ് വന്ന് പിന്നെ വേഗം പോരുന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലായില്ലേ മക്കളെ. അങ്ങനെയാണ് വന്നത്. തിരിച്ച് ഞാനും ഓനും എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റില്ല. അത്രയും നല്ല നമ്മൾ ഒരു പായിൽ കിടന്ന് എൻ്റെ പുറമക്കാരെല്ലാം എൻ്റെ കൂടപ്പറപ്പാണ്. താങ്ങാൻ പറ്റാത്തൊരു പ്രയാസം എൻ്റെ മനസ്സിൽ ഇന്നും അധിക ദിവസവും ഞാൻ അവനെ ഉറക്കത്ത് കാണും. എന്തെങ്കിലും ഒരു പ്രയാസങ്ങളൊക്കെ തോന്നുന്ന സമയത്തും ഞാൻ ഉറക്കത്ത് കാണും. അങ്ങനത്തെ ഒരു വിഷമവും ഒരു പ്രയാസങ്ങളും ഒരാൾക്കും കൊടുക്കല്ലേ റബ്ബേ എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കും. ഓന് 3 കുട്ടികളും ഉണ്ട്. പിന്നെ എന്താ പറയുക, ചെറിയ മോളൊക്കെയാണ്. ഒന്നും പറയേണ്ട മക്കളെ, വല്ലാത്ത സങ്കടമായിപ്പോയി. ആ മരണം കഴിഞ്ഞിട്ട് എന്താ പറയുക, ആ പെണ്ണിനായാലും മക്കൾക്കായാലും ഒരു മനസ്സിനൊരു ഉറപ്പിനെ കൊടുക്കട്ടെ എന്ന് എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യും മക്കളെ. പിന്നെ കൂടുതൽ അതിനെപ്പറ്റിയൊന്നും പറയാനുള്ള മനസ്സില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം മനുഷ്യന്മാരെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും കുശുമ്പും കുഞ്ഞായ്മകളൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഞാൻ ഈ മോർച്ചറി കണ്ടപ്പോൾ ഞാൻ ഒരുപാട് സങ്കടത്തിലായിപ്പോയി മക്കളെ. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണാൻ ലൈക്കും സബും ചെയ്യാൻ മറന്നു പോകരുത്. മറക്കരുത് കേട്ടോ ഇനി എൻ്റെ കുഞ്ഞു മക്കളെയും. അപ്പോൾ ആരോടും വെറുപ്പും വിദ്വേഷമൊന്നും വെക്കേണ്ട മക്കളെ. സ്നേഹത്തോടെ മുന്നോട്ട് പോവുക.